വാടോ, ഇന്നത്തെ വർക്ക് കുറച്ച് കണ്ടാലോ? അപ്പോൾ എല്ലാം നമ്മൾ ക്രം കോട്ടൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് കുറച്ചധികം ഓർഡേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം കുറേയൊക്കെ നോർമൽ ഡിസൈൻ തന്നെയായിരുന്നു, അങ്ങനെ കസ്റ്റമൈസ്ഡ് കുറവാണ്. എന്നാലും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ ഫസ്റ്റ് കേക്കിലേക്ക് കിടക്കാം. ഇത് ജസ്റ്റ് ഞാൻ ഡിസൈൻ ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അടുത്തൊരു സംഘത്തിൻ്റെ പരിപാടിയുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കുറച്ചിടെയായിട്ട് ഒരു 3-4 ഓർഡേഴ്സ് നമുക്ക് കിട്ടാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും അതിലേക്ക് വേണ്ടിയിട്ട് തന്നെയായിരുന്നു. അപ്പോൾ കേക്ക് വന്നിട്ടൊരു 1 kg വൈറ്റ് ഫോറസ്റ്റിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് ടോളാക്കിയിട്ട് ചെറിയൊരു ഫ്ലോറൽ ഡിസൈനിൽ ചെയ്തെടുത്തതായിരുന്നു കേട്ടോ. എന്തോ ഫ്ലോറൽ ഡിസൈൻ ചെയ്യാനുള്ളൊരു പൂതി കൊണ്ട് കസ്റ്റമറോട് ചോദിച്ചു വാങ്ങിയൊരു ഡിസൈനായിരുന്നേ. അപ്പോൾ അവർക്കും വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാനും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ ആയി ഇങ്ങനത്തെ ഡിസൈൻസൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട്. അങ്ങനെ നമ്മളൊരു 1 kg സെറ്റാക്കി എടുത്തതാണ്. ഈ ഒരു കളറും വൈറ്റും, ഈ കളറൊന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ അതിലൊക്കെ ആക്കിയിട്ട് നമ്മളൊരു ഇങ്ങനത്തെ ഉള്ള ഓരോരോ കളേഴ്സിലായിരിക്കുമല്ലോ കുറച്ചുകൂടെ ലുക്ക് ഉണ്ടാവുക. അതുകൊണ്ട് നമ്മളങ്ങനത്തെ ഓരോ ഡിസൈൻസിലൊക്കെ സെറ്റാക്കി എടുത്തു. അങ്ങനെ നമ്മളെ സ്പൂണില്ലേ, സ്പൂണിൻ്റെ ടിപ്പ് കൊണ്ടാണ് കേട്ടോ. എൻ്റെ അടുത്ത് ഇതിൻ്റെ എന്താ പറയുക എക്യുപ്മെൻറ്റ്സ് ഒന്നുമില്ല, അപ്പോൾ ഉള്ളത് വെച്ചാണല്ലോ നമ്മൾ സെറ്റാക്കുക. അങ്ങനെ നമ്മൾ ചെറിയൊരു സ്പൂണ്, കുഞ്ഞ് സ്പൂണുണ്ട്, മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന, ഫുഡൊക്കെ കൊടുക്കുന്ന കുഞ്ഞു സ്പൂണില്ലേ, ആ ഒരു സ്പൂൺ കൊണ്ട് അതിൻ്റെ ബാക്ക് പോർഷൻ കൊണ്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പെറ്റൽസ് സെറ്റാക്കി എടുത്തായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചൊരു ടോപ്പറും കൂടെ വെച്ചു, ഒരു ബർത്ത്ഡേൻ്റെ ടോപ്പറും കൂടെ വെച്ചിട്ട് കേക്ക് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ കുറച്ച് ഷുഗർ ബോൾസും കൂടെ ഇട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ നേരത്തെ ഡിസൈൻ ചെയ്ത് മാറ്റി വെച്ച കേക്ക് ഉണ്ടല്ലോ, ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. ഒരു 1 kg ഒരു കുറച്ച് അത്യാവശ്യം ഫ്ലാറ്റായിട്ട് ചെയ്തൊരു ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു സംഘക്കാർക്ക് ക്രീം കുറച്ചാണ് ഉണ്ടാക്കാറ് കേട്ടോ. അവർക്ക് ക്രീം അധികം വേണ്ടെന്നാണ് പറയാറ്. അങ്ങനെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഇതിൽ നമ്മൾ സൈഡിലായി ഒരു ചോക്ലേറ്റിൻ്റെ അത് സെറ്റാക്കി ഇട്ടു. പിന്നെ റൈറ്റിങ് ഞാൻ ആദ്യം അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ക്രീം നൈസായിട്ട് ചതിച്ചു, ഒന്ന് അധികം മെൽറ്റായിപ്പോയി, അപ്പം കംപ്ലീറ്റ് ആയി എഴുതാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ അവിടെ ഒരു റെഡല്ല ബ്ലൂ ഒരു ഷെയ്ഡ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വൈറ്റ് കൊണ്ടൊന്ന് ജസ്റ്റ് റൈറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ കുറച്ച് ഷുഗർ ബോൾസും, പിന്നെ അതിൽ കുറച്ച് ബ്ലൂ ആയതുകൊണ്ട് ചെറിയൊരു ബ്ലൂവിൻ്റെ ഒരു ഡിസൈനും കൂടെ കൊടുത്തു. അപ്പോൾ അതായിരുന്നു ഇത്. അത് രണ്ടും നമ്മളെ വീട്ടിനടുത്തേക്ക് തന്നെയായിരുന്നു കേട്ടോ, സംഘത്തിലേക്ക് വേണ്ടിയിട്ട് തന്നെയായിരുന്നു. പിന്നെ ഉള്ളതെന്ന് പറയാൻ ഒരു ഗ്രൂം ടു ബി ഫംഗ്ഷന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തായിരുന്നു. ഫസ്റ്റ് കസ്റ്റമറാണ്, പക്ഷേ അറിഞ്ഞു വന്നപ്പം ഈ ഗ്രൂം നമ്മളെടുത്തുനിന്ന് മുന്നേ ഒരു ചെറിയൊരു എൻഗേജ്മെൻറ്റിന് നമ്മളെടുത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേക്ക്. അത് പിന്നെയാണ് കേട്ടോ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു വൈറ്റ് ഒരു എന്താ പറയുക റൈസ് പേപ്പർ കൊണ്ട് വെച്ച് ചെയ്തൊരു കേക്ക് ഉണ്ടായിരുന്നില്ലേ, വീഡിയോ കാണുന്നവർക്ക് ഓർമ്മ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു കേക്കായിരുന്നു കേട്ടോ. ഓർഡർ അവരെ കസിന് തന്നതായിരുന്നു കേട്ടോ. ഈ ഒരു സെയിം ഡിസൈൻ നമ്മൾ മുന്നേ ചെയ്തുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡായിട്ടൊന്നും പറയാത്തത്. അതിൽ നമ്മൾ ടോപ്പർ കൊടുത്തിടാൻ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ ടോപ്പറൊക്കെ സെറ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒരു സെയിം ഡിസൈൻ, ടോപ്പറിൽ ചെറിയൊരു ചേഞ്ചസ് ഉണ്ടെങ്കിലും സെയിം ഡിസൈനിലാണ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് നമുക്ക് കൂളിപ്പോയിലേക്ക് ആ ഭാഗത്തേക്ക് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ മുന്നത്തെ കേക്ക് നമ്മൾ സെറ്റാക്കി വെച്ചത് കളക്ട് ചെയ്യാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അതങ്ങനെ കൊടുത്തുപോയി. ഇതും ആൾ വന്നു, അതും കളക്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളതും നമുക്ക് സംഘത്തിലേക്ക് തന്നെയായിരുന്നു. ഇത് നമ്മളുടെ വീട്ടിനടുത്ത് തന്നെയാണ്. ഇവിടെ വാര്യമഠം വിഷ്ണു ക്ഷേത്രം എന്ന് പറയുന്ന ഒരു അമ്പലമുണ്ട്. ദശാവതാര ക്ഷേത്രങ്ങളിൽ പെടുന്ന ഒരു അമ്പലമാണ്. അപ്പോൾ അവിടെ അടുത്തുള്ളൊരു വീട്ടിലേക്ക് തന്നെയായിരുന്നു കേട്ടോ, സംഘത്തിൻ്റെ തന്നെയാണ്. അപ്പോൾ റൈറ്റിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നമ്മളൊരു ചെറിയൊരു പിങ്ക് ഷെയ്ഡിലാണ് ഡിസൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ദെൻ റൈറ്റിങ് ഒരു ബ്ലൂ ഷെയ്ഡിലും വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അതും സെറ്റാക്കി. ഇത് കേക്ക് വന്നിട്ടൊരു 1 kg അത്യാവശ്യം ഫ്ലാറ്റാക്കി ചെയ്തൊരു വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഫ്ലേവറിൽ ചെയ്തൊരു കേക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതിൻ്റെ ലുക്കും ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തെടുത്തു. പിന്നെയുള്ള കേക്ക് എന്ന് പറയുമ്പോൾ ഇത് നമ്മളുടെ ഫസ്റ്റ് കസ്റ്റമറാണ്. നമ്മളൊരു ചെറിയൊരു ഓർഡർ കണ്ടിട്ട് നമുക്ക് കിട്ടിയൊരു ഓർഡറായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പൊയിൽത്താഴത്തേക്കായിരുന്നു കേട്ടോ ഓർഡർ വരുന്നത്, അതായത് ചീക്കിലോട് റോട്ടിലേക്ക്. അപ്പോൾ ഒരു സ്പൈഡർമാൻ തീമായിരുന്നു.
ദെൻ ചെറിയൊരു ഷെയ്ഡ് ബ്ലൂ റെഡ് നമ്മൾ കേക്കിൻ്റെ വോളിലാക്കിയിട്ട് സെറ്റാക്കി. പിന്നെ നെയിം കൊടുത്തു, കുറച്ച് ഫോക്സ് ബോൾസ്, പിന്നെ സ്പൈഡർമാൻ്റെ 2 പ്രിൻറ്റും കൂടെ വെച്ചിട്ട് കേക്കിൻ്റെ ലുക്ക് നമ്മൾ സെറ്റാക്കി എടുത്തു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നുള്ളൊരു കേക്ക് ഇതും നമ്മളുടെ പുൽത്താഴത്തേക്ക് തന്നെയായിരുന്നു. ഇത് നമ്മൾ മുന്നൊരു യോഗ തീം ഒരു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ളൊരു ചേച്ചി തന്ന ഓർഡറായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടായിരുന്നു. കേക്ക് വന്നിട്ട് ഒരു 1 kg വൈറ്റ് ഫോറസ്റ്റിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ടോളാക്കിയിട്ടായിരുന്നു ചെയ്തത് കേട്ടോ. പിന്നെ ഡോറ ബുജിയാണ് പ്രിൻറ്റും സെറ്റ് ചെയ്തു, റൈറ്റിങ്ങും കൊടുത്തു, പിന്നെ കുറച്ച് ഫോക്സ് ബോളും കൊടുത്തു. ഇത് നമ്മൾ മുന്നേ ചെയ്തൊരു സെയിം ഡിസൈന് കളറൊന്ന് ചേഞ്ച് ചെയ്തിട്ട് ചെയ്തെടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു, നമ്മൾ മുന്നേ ചെയ്തൊരു പിങ്ക് ഷെയ്ഡിലായിരുന്നു. പിന്നെ അവർ പറഞ്ഞു മുകളുടെ ഡ്രസ്സിൻ്റെ കളറ് ഒരു യെല്ലോ ഷെയ്ഡാണ്, അപ്പോൾ അതിൽ ചെയ്യാനായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ സംഭവം സെറ്റാക്കി കുറച്ച് ബട്ടർഫ്ലൈസും പിന്നെ കുറച്ച് ബോൾസ്, ഷുഗർ ബോൾസും കൂടെ ഒന്ന് ജസ്റ്റ് സെറ്റാക്കി വെച്ചിട്ട് കേക്കിൻ്റെ ലുക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടമായോ? പിന്നെ ഒരു ടോപ്പറും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നേ. 5th ബർത്ത്ഡേ ആയിരുന്നു, അതും കൂടെ വെച്ച് സെറ്റാക്കി എടുത്തു. പിന്നെയുള്ള കേക്ക് ഇതും സംഘത്തിലേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ സംഘത്തിലേക്കുള്ള 3rd കേക്കാണ്. 3rd ആയിരുന്നു. 3rd കേക്കും ഇതും സിമ്പിളായ ഡിസൈനിലാണ് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 1 kg ബ്ലാക്ക് ഫോറസ്റ്റിലാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് അവർ ആദ്യം പറഞ്ഞത് ഒരു 2 പേർക്ക് കട്ട് ചെയ്യാനുള്ള കേക്കായിരുന്നേ. അപ്പോൾ ഇത് നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കഥ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടാവാം. അത് നമുക്കധികം എന്താ പറയുക അത്ര ഹൈറ്റ് കിട്ടാറില്ല. ചില ടൈമിൽ കിട്ടും, ചില ടൈമിൽ അങ്ങനെ കിട്ടാറില്ല കേട്ടോ. ഒന്നാമത് ഈ ടൈമിൽ കിട്ടുന്ന എഗ്ഗിൻ്റെ ഒരു കൺസിസ്റ്റൻസി വളരെ വളരെ മോശമായിട്ടാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവാറുണ്ട് സ്പോഞ്ചിൽ. അങ്ങനെ നമ്മൾ ആ ഒരു ബ്ലൂ ഷെയ്ഡിൽ ചെറിയ ഫ്ലവേഴ്സ് പോലെ സൈഡിൽ കൊടുത്തു, റൈറ്റിങ്ങും കൊടുത്തു, ബോർഡർ കൊടുത്തു, പിന്നെ കുറച്ച് ഷുഗർ ബോൾസും കൂടെ ആഡ് ചെയ്ത് ആ ഒരു കേക്കിൻ്റെ ലുക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തു കേട്ടോ. ടോളാക്കിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കേക്കിൻ്റെ ലുക്ക് സെറ്റാക്കി എടുത്തു. അങ്ങനെ അതും പാക്ക് ചെയ്ത് മാറ്റി വെച്ചു കേട്ടോ. പിന്നുള്ളത് ഒരു ചെറിയൊരു കേക്ക്, അതും ഒരു 1 kg കേക്കായിരുന്നേ. ഇത് നമുക്ക് ഓർഡർ തന്നത് ഒരു കസിൻ ആണ്, ആൾ നാട്ടിലില്ല. അപ്പോൾ അച്ഛന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തൊരു കേക്കായിരുന്നു കേട്ടോ. വൈറ്റ് ഫോറസ്റ്റിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1 kg ആണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു ചെറുതായിട്ട് വൈറ്റ് തന്നെയാണ് സെറ്റാക്കിയത്, ബോർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു എന്താ പറയുക, നമ്മൾ ഹമീബേൻ്റെ ഒക്കെ പോലുള്ളൊരു ഡിസൈനില്ലേ, ഏകദേശം അതൊക്കെ പോലെ തന്നെയുള്ളൊരു ഡിസൈന് നമ്മൾ സെറ്റാക്കി. പിന്നെ റൈറ്റിങ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് റൈറ്റ് ചെയ്ത് കൊടുത്തു. വേറെ കളറൊന്നും എനിക്കപ്പം എന്താ പറയുക കൊടുക്കാൻ തോന്നാത്തത് കൊണ്ട് ഞാൻ ഗ്രീനിൽ സെറ്റാക്കി എടുത്തു കേട്ടോ. അപ്പോൾ ആ ഒരു റൈറ്റിങ്ങും സെറ്റാക്കി കേക്കിൻ്റെ ലുക്ക് നമ്മൾ ഒരു കുട്ടി ആ ഒരു എന്താ പറയുക ഗ്രീൻ ചെറിയ ചെറിയ കുട്ടി ക്രീം കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ട് ആ കേക്കിൻ്റെ ലുക്ക് നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തു. അപ്പോൾ ഇന്നത്തെ വർക്ക് ഇതൊക്കെ ആയിരുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ നമ്മൾ ആ കസിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ഡെലിവറിക്ക് പോണേ. ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, എന്താണെന്നുള്ളത് പറയാം. ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നേ, അതെനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. എന്തോ അവിടുന്ന് പുഴുവൊക്കെ വീഴുന്നുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കാം. ബട്ടിപ്പം എന്തോ ഒരു ഭസ്മം, ഭസ്മത്തിൻ്റെ കാരണം ഇപ്പം ഇതാണ് അവസ്ഥ. ഒരു കൈ വീട്ടിൽ നിന്ന് വരുമ്പം പൊട്ടിപ്പോയി. പിന്നെ അവർ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ പിന്നെ നേരം ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ കൊടുക്കാൻ നേരത്ത് 2 കൈയും പൊട്ടി. അപ്പോൾ ഒരു സമാധാനം. അപ്പോൾ ഓക്കെ, ബൈ.